ഉത്തര കേരളത്തിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന ഒരു പ്രധാന ദേവതയാണ് ഗുളികൻ. ശ്രീ മഹാദേവന്റെ ഇടത്തെ തൃക്കാലിലെ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ. ഉത്തര കേരളത്തിലെ മലയ സമുദായം കുലദേവതയായി കണ്ട് ഗുളികനെ ആരാധിക്കുന്നു. ഗുളികൻ ജനിച്ചതെങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? പണ്ട് മൃഗഡു എന്ന മുനി പുത്രലാഭത്തിനു വേണ്ടി ഏറെക്കാലം പരമശിവനെ തപസ് ചെയ്തു. ഒടുവിൽ സംപ്രീതനായ പരമശിവൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം കേട്ടപ്പോൾ ചോദിച്ചു, 100 വയസ്സുവരെ ജീവിക്കുന്ന മന്ദബുദ്ധിയായ മകനെ വേണോ, അതോ 16 വയസ്സുവരെ മാത്രം ആയുസ്സുള്ള മഹാപണ്ഡിതനായ ഒരു മകൻ മതിയോ? ആയുസ്സു കുറവെങ്കിലും അറിവുള്ള ഒരു മകനെ മതിയെന്ന് മുനി ഉത്തരം പറഞ്ഞു. അതുപ്രകാരം തനിക്ക് പിറന്ന മകന് മാർക്കണ്ഡേയൻ എന്ന് പേരിട്ടു. അച്ഛനമ്മമാരുടെ കണ്ണിലുണ്ണിയായ മകന് 16 വയസ്സ് തികഞ്ഞപ്പോൾ മാതാപിതാക്കൾ അവനെ ഓർത്ത് വിലപിക്കാൻ തുടങ്ങി. 16 വയസ്സുവരെ മാത്രമേ തനിക്ക് ആയുസ്സുള്ളൂ എന്നറിഞ്ഞ മാർക്കണ്ഡേയൻ കഠിനമായ ശിവഭജനം ആരംഭിച്ചു. ശിവലിംഗത്തിനു മുന്നിൽ മന്ത്രം ചൊല്ലി മാർക്കണ്ഡേയൻ പ്രാർത്ഥനാനിരതനായപ്പോൾ മരണദേവനായ കാലൻ കാലപാശവുമായി പോത്തിൻ മുകളിലേറി വന്നു. കാലന്റെ വിളി കേട്ട മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കാലൻ കുരുക്കെറിഞ്ഞു വലിച്ചപ്പോൾ ശിവലിംഗമടക്കം പിഴുതു വീണു. ഇത് കണ്ട് കോപാകുലനായ പരമേശ്വരൻ തന്റെ നെറ്റിക്കണ്ണിലെ തീയിൽ കാലനെ ഭസ്മമാക്കി. ശേഷം കാലനില്ലാത്ത കാലത്ത് ജീവജാലങ്ങൾക്ക് മരണമില്ലാത്ത അവസ്ഥയുണ്ടായി. തുടർന്ന് പരമശിവന്റെ അനുഗ്രഹത്തോടെ ഇടത്തെ തൃക്കാലിലെ പെരുവിരലിൽ നിന്ന് പുനർജനിപ്പിച്ച കാലനാണ് ഗുളികൻ. ആയതിനാൽ തന്നെ യമന്റെ സങ്കല്പത്തിലുള്ള ദേവനാണ് ഗുളികൻ. പുറങ്കാലൻ, കരിങ്കാലൻ എന്നീ പേരുകളും ഗുളികനുണ്ട്. ഉത്തര കേരളത്തിലെ ഒട്ടുമിക്ക സമുദായങ്ങളും ഗുളികന്റെ ആരാധനകൾ ചെയ്തു വരുന്നു. മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം വിശേഷ സ്ഥാനമുണ്ട്. എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ദേവതയാണ് ഗുളികൻ. സർവ്വവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എന്ന് വിശ്വാസം. ജനന മരണകാരകനായ ഗുളികന്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത്. അന്തകൻ എന്ന നിലയിലും ജനന മരണങ്ങളുടെ കാരണഭൂതൻ എന്ന നിലയിലും ഗുളികന് മുഖ്യസ്ഥാനമുണ്ട്. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാ നേരത്തും നടന്നുവാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ. ഗുളികന്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകും എന്ന് പറയപ്പെടുന്നു. ഭക്തന്മാർക്ക് വന്നു ഭവിക്കുന്ന സർവ്വദോഷങ്ങളും ദൂരീകരിക്കുന്ന ദേവനും കൂടിയാണ് ഗുളികൻ. ഗുളികന് ഉത്തര കേരളത്തിന്റെ വടക്കും തെക്കുമായി രൂപത്തിലും പുരാവൃത്തത്തിലും വ്യത്യാസമുണ്ടെങ്കിലും കാലന്റെ സങ്കല്പത്തിലുള്ള ആരാധനയും ഉപാസനാ ലക്ഷ്യവും തികച്ചും ഒന്നുതന്നെയാണ്. തെയ്യത്തെപ്പോലെ സമാന അനുഷ്ഠാകലകളായ തിറയിലും തുളുനാട്ടിലെ ഭൂതക്കോലത്തിലും ഗുളികനെ കെട്ടിയാടാറുണ്ട്. തെയ്യപ്രപഞ്ചത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ദൈവങ്ങളുണ്ടായിട്ടും ഏറ്റവും ജനകീയനായ തെയ്യം ഗുളികനാണ്.